1 2 3 4 4 3 ഡോർ താറ്, 4 3 ഡോർ താറും ഒരു 5 ഡോർ താറും. 5 ഡോർ താറും. അപ്പൊ ഇടയ്ക്ക് 2 ഡോർ പറയലുണ്ട്, അങ്ങനെയാണെങ്കിൽ 4 ഡോർ അല്ലേ? അപ്പൊ 3 ഡോർ താറ് 4 എന്താ അഫി എത്ര തോനെ താറ് ഇങ്ങനെ വരുന്നത്? കാരണം എല്ലാ മാസവും നമ്മൾ 4 വണ്ടി 5 വണ്ടി ഇട്ട് വീഡിയോ ചെയ്യലുണ്ട്. എല്ലാ മാസവും ഒരു 5-8 താറ് നമുക്ക് ഡെലിവറി ഉണ്ട്. അത് ഏത് താറ് നമ്മൾ കൊടുക്കല്? കൂടുതൽ 3 ഡോർ താറാണ് നമ്മൾ കൊടുക്കല്. എന്തുകൊണ്ട് എത്ര അധികം താറ് ആൾക്കാർ വെക്കണത്? അതേപോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അല്ലേ? എന്തുകൊണ്ട് 3 ഡോർ താറ് ഇത്ര അധികം വിറ്റഴിക്കപ്പെടുന്നു? ഈ 3 ഡോർ താറ് എത്രത്തിലുള്ള ആളുകളാണ് എടുക്കേണ്ടത്, എത്രത്തിലുള്ള ആളുകൾ ഇത് എടുക്കരുത് അല്ലേ? ഇനി ഒരു കിഡിലും താർ റോക്സ് നമ്മളത്ത് കൊടുക്കാനുണ്ട്. വെറും 650 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? താർ റോക്സ് നമ്മളത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂ ഈ വീഡിയോയിൽ കാണിക്കാം. അത് എത്രത്തിലുള്ള ആളുകളാണ് എടുക്കേണ്ടത്, എത്രത്തിലുള്ള ആളുകളാണ് എടുക്കാത്തതെന്നൊക്കെ ഒന്ന് നമ്മൾ പറയാം. അതായത് ഈ താർ റോക്സ് ഇറങ്ങിയ ഉടനെ ആകെ ആൾക്കാർ പറഞ്ഞിരുന്നത് ഇനി OLX ഫുള്ള് 3 ഡോർ താറേക്കാരം ഒട്ടനവധി ആൾക്കാർക്ക് വാങ്ങിക്കാൻ കിട്ടും, ആർക്കും വേണ്ടില്ല, ചെറിയ വിലക്ക് കിട്ടും. 10 ലക്ഷത്തിനും 7 ലക്ഷത്തിനും 8 ലക്ഷത്തിനൊക്കെ 3 ഡോർ താറ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് വന്നപ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണ വീഡിയോ കൊടുത്തിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അന്ന് ഞാൻ പ്രവചിച്ച എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ കറക്റ്റ് അല്ല. അത് നമ്മളെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വിറ്റോലും പറഞ്ഞിട്ടുണ്ട്, ഇട്ടോലും പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ കറക്റ്റ് പ്രവചിച്ചിരുന്നു. 1990 മുതൽ DI ജീപ്പ് മുതൽ MDI ജീപ്പ് മുതൽ പിന്നെ DI താറ് വന്നു, പിന്നെ CRDI താറ് വന്നു, 3 ഡോർ താറ് വന്നു, 5 ഡോർ താറ് വന്നു. ഇതിൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞ് അതിൻ്റെയൊക്കെ മുന്നേ പുതിയ അപ്ഡേഷൻ ഇറങ്ങിയപ്പോൾ മറ്റു വണ്ടിക്ക് എന്ത് സംഭവിച്ചു, പിന്നീട് എന്ത് സംഭവിച്ചു, സെക്കൻഡ് ഹാൻഡ് റീസെയിൽ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണാത്തോലെ ഒന്ന് കണ്ടോളി, അത് കണ്ടിട്ട് ഇത് കണ്ടോളി, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് തന്നെ ഞാൻ പറഞ്ഞു 3 ഡോർ എടുത്തോലെ ഒന്ന് പേടിച്ചണ്ട, ഇത് വിറ്റ് പോകും. എല്ലാ മാസവും ഞങ്ങളൊരു 5 വണ്ടി ഏറ്റവും കുറഞ്ഞത് 3 ഡോർ വെക്കുന്നുണ്ട്. അത് നല്ല പ്രൈസിൽ തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ ഒക്കെ കാരണം പറഞ്ഞുതരാം അല്ലേ? എത്രത്തിലുള്ള ആളുകളാണ് ഇത് എടുക്കേണ്ടത്, എത്രത്തിലുള്ള ആളുകളാണ് എടുക്കാത്തത്, എന്തുകൊണ്ടാണ് അഫിയ ഇത് പെട്ടെന്ന് ആൾക്കാർ ഇത് സെയിൽ ചെയ്യുന്നത്? 3 ഡോർ എടുത്ത ആൾക്കാർ ഇത് എടുക്കുന്ന ആൾക്കാരെ പർപ്പസ് നടക്കാത്തതുകൊണ്ടാണ്. ചില ആളുകള് ഫാമിലിക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഫാമിലി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ എടുക്കും. ഇപ്പൊ ഒരു മാസം 1.5 മാസം കമ്പനി വണ്ടി കൊടുക്കണം. കാരണം എന്താ വെച്ചാല് ഓലെ ഉമ്മാനെയും മക്കളെയൊക്കെ കൂട്ടി ഒരുമിച്ച് പോകണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ബാക്ക് കയറാൻ സീറ്റ് മുന്നോട്ട് മടക്കണം, ഉമ്മ കയറാനൊക്കെ ബുദ്ധിമുട്ടാണൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഫാമിലി പർപ്പസ് ഇല്ലവർക്ക് ഈ സാധനം പറ്റൂല. അതിനാണെങ്കിൽ നേരെ അതിനൊരുപാട് ഗുണങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കാണിക്കാം അല്ലേ? ഇതിന് ഇതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷേ 4x4 ആവശ്യമില്ല ആളുകൾക്ക് ഈ ലുക്കിൽ കൊണ്ടുനടക്കാൻ വേറെ വണ്ടിന്റെ അഭിപ്രായത്തിൽ ഉണ്ടോന്ന് സംശയമാണ്. ഇത് എത്രത്തിലുള്ള ആൾക്കാർ എടുക്കേണ്ടത്? അഫി പറഞ്ഞതാണ് അതിന്റെ പോയിന്റ്, ഞാനൊന്ന് വിശദീകരിച്ച് പറഞ്ഞത്. ഇത് എത്രത്തിലുള്ള ആൾക്കാർ എടുക്കേണ്ടതെന്നോ? അതായത് നിങ്ങളൊരു 8 സീറ്റർ വണ്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെഡാൻ 5 സീറ്റർ വണ്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു SUV ടൈപ്പിൽ 5 സീറ്റർ ഒക്കെ എല്ലാ ആൾക്കാർക്ക് ഒരു ഓഫ് റോഡ് വണ്ടി വേണം, ഒരു കിടിലൻ ലുക്കിലുള്ള വണ്ടി വേണം, 2-3 യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി വേണം, ഒരു ഏത് കുന്നും മലയൊക്കെ കയറി പോകണം എന്നില്ല ആൾക്കാർക്ക് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസിൽ അല്ലേ ഇത്രയും ഫീച്ചേഴ്സ് വരുന്നത്, അതായത് ഓഫ് റോഡ് ഫീച്ചേഴ്സ് വരുന്നത്, ഇത്രയും മെയിൻ്റെനൻസ് കമ്മി, അവിടെ ഏറ്റവും വലിയ പോയിന്റ് അല്ലേ? എങ്ങനെ ഓഫ് റോഡ് കളിച്ചാലും ചെറിയ മെയിൻ്റെനൻസേ വരുള്ളൂ. മെയിൻ്റെനൻസ് വന്നാൽ തന്നെ ചെറിയ പ്രൈസേ വരുന്നുള്ളൂ. എന്തിന്? 3 ഡോർ താറുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒട്ടനവധി ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു വണ്ടിയാണ് ഈ വണ്ടി. അപ്പോൾ അഫി പറഞ്ഞ പോലെ നമ്മൾ ഈ വണ്ടിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കണ്ട് ഈ ഒരു വണ്ടി ഒരു ഫാമിലിക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്കിത് മാച്ച് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ വേഗം ഇത് വിറ്റ് അല്ലെങ്കിൽ ക്രിസ്റ്റയിലേക്കോ ഇന്നോവയിലോട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നു. അപ്പോൾ അഫി തന്നെ എന്ന് പറഞ്ഞു, അഫിക്ക് രാവിലെ ഇന്ന് ഫസ്റ്റ് ഒരു കസ്റ്റമർ കോഴിക്കോടിലെ കസ്റ്റമർ വിളിക്കാം, എൻ്റെ അടുത്തൊരു വണ്ടി കൊടുക്കാണ്ട് റിയൽ ഡ്രൈവ് 2 വീൽ ഡ്രൈവ് തന്നെ താറാണ്. എൻ്റെ അനിയൻ പറഞ്ഞു താറ് നല്ല ലുക്കാണ്, ഗംഭീരല്ല വണ്ടിയാണ്, നമുക്ക് അത് എടുക്കാക്കോ, ഇതിപ്പോ ട്രെൻഡിങ് ഇപ്പൊ താറാന്നൊക്കെ പറഞ്ഞ് എടുത്ത വണ്ടിയാണ്. അതായത് 3 ഡോറാ വാങ്ങിയത്. ആകെ 600 ചില കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇന്നോവ ക്രിസ്റ്റ ആണെന്ന് വിളിച്ചത്. അപ്പൊ എന്താ ഞങ്ങൾ കൊടുക്കുന്ന വെച്ചാൽ പറഞ്ഞത് ഈ കാരണം എന്നോട് പറഞ്ഞത്, ഉമ്മാനെയും മക്കളെയും കൂട്ടി ഒരു ബൈക്ക് പോകാൻ പറ്റില്ല, 5 ആളുണ്ട്, ഇതിൽ 5 ആള് പോവാന് കഴിയണില്ല, കയറാനും കാരണമൊക്കെ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ കസ്റ്റമർക്ക് എന്തുകൊണ്ടും അപ്പൊ ഇത് സെയിലുള്ള വണ്ടികളാണ്. ഇതിൽ ഒരു വണ്ടി ബുക്കിംഗ് ആയി ഓൾറെഡി സംസാരിച്ച്. അതെന്നാലും ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് 2021 മോഡൽ 22 രജിസ്ട്രേഷന് 50,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർ വണ്ടി, ഫുള്ള് ഷോറൂം സർവീസ് ആണ്. ഇത് നമുക്ക് ഡീസൽ എഞ്ചിനാണ്, 4x4 ആണ്. 14,90,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഇതൊക്കെ ഓൺ റോഡ് ഏകദേശം 20 ലക്ഷം രൂപ അടുത്ത് വില വരുന്ന വണ്ടിയാണ്.
അടുത്തത് ഇത് ബുക്കിംഗ് ആണ്. ഇത് ബ്ലാക്ക് കളറിൽ 2022 മോഡൽ തന്നെ 4x4 ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ 47,000 കിലോമീറ്റർ ഉണ്ട്. റൂബിക്കോന്റെ ഗ്രില്ലും ഹെഡ്ലൈറ്റും ഇന്റീരിയർ ഹാമസ്റ്റ് ഒക്കെ ചെയ്ത വണ്ടി. ഇതാകുമ്പോൾ നമുക്ക് ഒരു 16,25,000 റുപ്യക്കും ഈ വണ്ടി നമുക്ക് ബ്ലാക്ക് കളർ ഫുൾ ഷോറൂം സർവീസ് ആണ്. ഒരുപാട് ഫിറ്റിംഗ്സ് ഇല്ല മുതൽ, ഒരുപാട് ഫിറ്റിംഗ്സ്. വണ്ടി പ്രാന്തിന് പറഞ്ഞാല് അങ്ങനെയും ക്രൈസ് ഇല്ല ആള്, അത്രത്തോളം ഫിറ്റിംഗ്സ് വണ്ടി ചെയ്തിട്ടുണ്ട്. അതായത് ഇന്റീരിയറിൽ ജി വാഗൺ വരുന്ന AC വെന്റ്, ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് 2023 മോഡല് ഫസ്റ്റ് ഓണർ 11,000 കിലോമീറ്റർ 4x4 മാനുവൽ വണ്ടി നമുക്കൊരു 15,25,000 റുപ്യ കൊടുക്കാം. അതായത് കിടിലൻ ലുക്കിലാട്ടോ അതൊക്കെ വരുന്നത്. ഇതൊക്കെ 4-wheel ഡ്രൈവിലുള്ള വണ്ടിയാണ്. ഇതൊക്കെ അഡീഷണൽ ഫിറ്റ് ചെയ്താട്ടോ. ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ട്. ഈ ബമ്പറും കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ്സ് ആണ്. ഇതിന്റെ താറിന്റെ നോർമൽ ഹെഡ്ലൈറ്റ് ഞാൻ കാണിച്ചത്. ഇതാണ് ഇതിന്റെ താറിന്റെ നോർമൽ ഹെഡ്ലൈറ്റ് വരുന്നത്. ഇത് നോർമൽ ഹെഡ്ലൈറ്റ് നോർമൽ ബമ്പറുമാണ്. ഇത് കാണിക്കാണ്ടായ കാരണം എന്താണോ, നമ്മൾ താർ റോക്സും ഒക്കെ ഒരു പോക്കുണ്ട് അല്ലേ? അപ്പൊ താർ റോക്സ് ഒന്ന് കാണിക്കങ്ങളെ. താർ റോക്സ് കാണിക്കുമ്പോൾ ഇതിന്റെ ഹെഡ് ലാമ്പ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇതിമ്മക്ക് ഒട്ടനവധി ഫിറ്റിങ്സ് കമ്പനിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതായത് ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഈ വണ്ടിയിൽ വന്നത്. അതാണ് ഞങ്ങൾ ഫാമിലി കാർ എന്ന് പറഞ്ഞത് അല്ലേ? ഫാമിലി കാർ പറഞ്ഞാൽ ഫാമിലി കാർ. ഇതിന്റെ ഫ്രണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അതാണ് ഞങ്ങൾ ആ ഹെഡ്ലൈറ്റ്, പ്രൊജക്ടർ, LED, DRL വരുന്ന കിടിലം ഹെഡ്ലൈറ്റ്. ഇവിടെ മഹീന്ദ്രനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതേപോലെ ഇതിന്റെ ഗ്രില്ല് ഒരു കിടിലൻ ലുക്ക് അല്ലേ? അതായത് 6 സ്ലോട്ട് വരുന്ന ഗ്രില്ല്. ഇവിടെ അടിയിലൊരു കട്ടിങ് ഒക്കെ കൊടുത്ത് 360 ഡിഗ്രി ക്യാമറന്റെ ഫ്രണ്ട് ക്യാമറ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ മഹീന്ദ്ര എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കാണാം. ഇതിൽ കൊത്തി കൊടുത്ത് കാണില്ലേ ഗ്രില്ലിൽ തന്നെ അല്ലേ? അപ്പൊ കിടിലൻ ലുക്കിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് കാണാൻ പറ്റും. ബമ്പറൊക്കെ ഏകദേശം സെയിം ആണ്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. ഇത് പിന്നെ ആദ്യം മുതലേ മഹീന്ദ്രയിൽ വന്ന ആ വിൻറ്റേജ് ലുക്കിൽ തന്നെയാണ് ഇതിന്റെ ഈ ബോണറ്റ് ഓപ്പൺ ആക്കാനുള്ള ലോക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അതേ ലുക്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ബോണറ്റൊക്കെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ കാണിക്കാം. ഈ താർ റോക്സിന്റെ റിവ്യൂ പാടെ നമുക്ക് എടുക്കാം അല്ലേ? പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റേ താറിൽ കണ്ട പോലെ തന്നെ ഈ ഏരിയയിൽ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ സൈഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട് അല്ലേ? ഫുഡ് സ്റ്റെപ്പ് മറ്റേ കമ്പനി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിലാറ് നമ്മൾ മാറ്റങ്ങളിൽ ഈ ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ വീൽ സൈസ് വരുന്നത് 19 ഇഞ്ചാണ്. ഇത് 4-wheel വരുന്ന വണ്ടിയാട്ടോ. ഇതിന്റെ കൂടുതൽ കാണിക്കേണ്ടത് ഇന്റീരിയർ ഭാഗത്താണ്. പിന്നെ മാറ്റം വന്നത് ഇവിടെ ഡോറ് വന്നു അല്ലേ? അപ്പൊ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ മൊത്തത്തിൽ മാറ്റണ്ട്. അതായത് ഈ ഒരു ഭാഗം കൊണ്ടാണ്. ഇപ്പൊ ഈ റെഡ് വണ്ടിക്ക് റൂഫ് മാട റെഡ് കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും, അടിപൊളിയാവും അല്ലേ? ആവില്ല? അതാ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ് അല്ലേ? ചില ആൾക്കാർ പറയും ഇത് ബോഡി കളറിനെ കൊടുത്താൽ രസം ഉണ്ടാവും. ബ്ലാക്ക് വണ്ടിക്കാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമന്റ് ചെയ്യും അല്ലേ? ഇത് ആകെ 650-660 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ വണ്ടിക്ക് പോകുന്നവർക്ക് നേരെ വന്ന് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ഡീറ്റെയിൽസും കൂടുതൽ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടോ ഉള്ളൊക്കെ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ താർ റോക്സിൽ ഇറങ്ങിയപ്പോൾ ഫുള്ള് വൈറ്റ് ഇൻറ്റീരിയർ വണ്ടിയൊക്കെ കണ്ടിക്കുക. അതിനൊരു അപ്ഡേഷൻ വന്നിനു ഈ ഒരു ഏറ്റവും ഇപ്പോൾ ഡിമാൻഡ് ഇന്റീരിയർ ഈ ബ്രൗൺ കളറിൽ ബ്ലാക്ക് കളർ മിക്സ് ചെയ്ത് വരുന്ന ഇന്റീരിയർ. ആ ഇന്റീരിയറിലുള്ള വണ്ടിയാണ് ഈ വന്നിട്ടുള്ളത്. ടോപ്പ് എൻഡ് ഓപ്ഷനാണ്. ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ നല്ല മൈലേജ് വേണ്ടവർക്കും പറ്റിയ വണ്ടിയാണ്. അതായത് ഡീസൽ എഞ്ചിന് അത്യാവശ്യം മൈലേജ് കിട്ടും കേട്ടോ. ലോങ് ഡ്രൈവിലൊക്കെ ഒരു 10-12 കിലോമീറ്റർ എന്തായാലും കിട്ടും. കമ്പനി 15 അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിൽ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്. ഇത് ഡീസൽ എഞ്ചിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതൊക്കെ അവിടേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഇതാണ്ടോ ഈ ഡോർ ഓപ്പൺ ആക്കാൻ ഇവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത് സൈഡിൽ അല്ലേ? സൈഡിൽ കൊടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഉള്ളിലേക്ക് കയറാം. ഏറ്റവും ആളുകൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവുക ഇവിടുത്തെ സ്പേസ് ആണ്. ഈ സ്പേസ് ഒന്ന് കാണിക്കാം. മറ്റേ താറ് നമ്മൾ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോ നമ്മൾ കാണിച്ചതാണ്. അത്യാവശ്യം നല്ല ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യേണ്ടവർക്കും. അതായത് ഈ സീറ്റ് നമുക്ക് ഇതുണ്ടോ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ചാരി ഇരുന്ന് യാത്ര ചെയ്യലാഫിയെ. അതേപോലെ ഇവിടെ പിടിച്ചെടുക്കാം. ഓഫ് റോഡ് വണ്ടിക്ക് വേണ്ടതാണ്. ഇതാ വൈറ്റ് ഇന്റീരിയറിൽ വരുന്നത്. ഇത് പ്യുവർ വൈറ്റാ വരുന്നത് അല്ലേ? അപ്പോൾ അതിന് മാറി ഈ ഒരു ഇന്റീരിയർ ഈ ഓഫ് റോഡിന് ഇഷ്ടപ്പെടുന്നവർക്കും പറ്റും. പക്ഷെ പക്ക ഓഫ് റോഡ് പോകുന്നവർക്ക് ഇതൊരു പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. വലിയ സൺറൂഫാണ്. അപ്പോൾ ഈ സൺറൂഫ് ഈ കൊമ്പും ചുള്ളിയും പിന്നെ ഒക്കെ എല്ലാ സ്ഥലത്തു കൂടി പോകുമ്പോൾ സൺറൂഫുമ്പോൾ തട്ടുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. മറ്റേതാവുമ്പോൾ ഹാർഡ് ടോപ്പാണ് വരുന്നത്. പിന്നെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ വെള്ളത്തു കൂടി ചളി കൂടി ഒക്കെ പോകുമ്പോൾ ഡോർ പേഡിലൊക്കെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. മറ്റേ 3 ഡോറിന് മേലെ വരുന്നത് ഡോറിൽ സ്പീക്കർ ഇല്ല. അതേപോലെ ഇതിൽ ഫ്രണ്ടിൽ പിന്നെ പവർ വിൻഡോന്റെ സ്വിച്ചുകളുണ്ട്, സ്പീക്കർ ഉണ്ട്, മിറർ ഫോൾഡിങ്ങിന്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഈ വണ്ടിയിൽ അഡാസ് ഫീച്ചർ ഉണ്ട് അല്ലേ?
റോഡ് അസിസ്റ്റന്റ് ഉണ്ട്, ബ്രേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി മുന്നിൽ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി തന്നെ ബ്രേക്ക് കൊടുക്കും അല്ലേ, നാടൻ ഭാഷ പറയുകയാണെങ്കിൽ അല്ലേ, ചെയ്യേണ്ട പണിയൊക്കെ കുറെ വണ്ടി തന്നെ ചെയ്തോളും. അപ്പൊ ഇത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉള്ള സീറ്റാണ്. അത്യാവശ്യം വേറെ കാര്യം എന്താണോ, ഇതിൽ സീറ്റ് വെന്റിലേഷൻ വരെ വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷന് ഏകദേശം 5-6 എയർ ബാഗുകൾ ഒക്കെ വരുന്ന അടിപൊളി, സേഫ്റ്റിക്കും താർ റോക്സ് മുൻഗണന കൊടുക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളോട് പറയണ്ട അല്ലേ, അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതാണ്ടോ ഇവിടെ ഒരു താറ് കയറി പോകുന്നുണ്ട്, ഇവിടെ മരുഭൂമിയിൽ ഒട്ടകം പോണ ഫീലൊക്കെ ഉണ്ട് അല്ലേ. അതിന് ഈ വണ്ടിന്റെ പർപ്പസ് ചിലപ്പോൾ ആ ചിത്രത്തിൽ തന്നെ കുറെ കഥ പറയാനുണ്ട്. അതേപോലെ ടെയിൽ ലാമ്പൊക്കെ കിഡിലെ ലുക്കിൽ അല്ലേ, LED ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് കൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ഡോറൊക്കെ അത് തുറക്കണ മാറ്റി തന്നെ തുറക്കുക, സ്പേസ് എല്ലാം ഉണ്ട്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഗ്ലാസ് ഇതേപോലെ പൊക്കി വെച്ചാൽ അടിപൊളി സ്പേസാണ് അല്ലേ, ബൂട്ട് സ്പേസ് വലിയ സ്പേസ് തന്നെ വന്നിട്ടുണ്ട്. എത്ര ലഗേജ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. ഇനി ഈ സീറ്റ് ആണെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്താൽ വലിയ സ്പേസ് തന്നെ കിട്ടും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും അടിപൊളി പർപ്പസ്. അപ്പോൾ നമുക്കിത് താത്തിയിട്ട് തന്നെ അടക്കാം. അതേപോലെ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യാം. അപ്പോൾ താർ റോക്സിൻ്റെ പർപ്പസ് ഉണ്ടല്ലേ, ഞങ്ങൾക്ക് 5 പേർക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം, ഒരുപാട് ലഗേജ് കൊണ്ടുപോവാം, അതിനൊക്കെ പറ്റും. ഇനി ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരാം. അപ്പോൾ നമ്മളെ ഡ്രൈവിംഗ് സീറ്റ് കയറി കഴിഞ്ഞാൽ ഇതുണ്ടോ, ആകെ 657 കിലോമീറ്റർ ആട്ടോ വണ്ടി ഓടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് പിടിച്ചിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇനി ഡോർ പേഡ് ഒന്ന് ആദ്യം കാണിക്കാം. ഇതുണ്ടോ ഹർമൻ്റെ സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. ഇതുണ്ടോ ഹർമൻ ബ്രാൻഡിൻ്റെ സ്പീക്കേഴ്സാണ് വന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് ആ കളർ തീം ഇവിടെ കാണാൻ പറ്റും, ഒരു ബ്രൗൺ കളറും ബ്ലാക്ക് കളറും. അതേപോലെ പവർ വിൻഡോൻ്റെ സ്വിച്ചുകൾ, മിറർ ഫോൾഡിങ്ങിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഈ ഡോർ പേഡിൽ കാണാൻ പറ്റും. ഒരു കിഡിലെ ലുക്കിൽ തന്നെയാണ് ഡോർ പേഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് താർ റോക്സിൻ്റെ കീ അല്ലേ അല്ലേ, പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് വണ്ടിയിൽ വേണമെന്നുള്ളൂ അല്ലേ. കീയിലെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇതാണ്ടോ ഇത് ഓട്ടോമാറ്റിക് അല്ലാത്തതുകൊണ്ട് നമ്മൾ ക്ലച്ച് ഔട്ടണം. ക്ലച്ച് ഔട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ബട്ടൺ അപ്ലൈ ചെയ്താൽ വണ്ടി സ്റ്റാർട്ടായി. അടിപൊളി സൗണ്ട്, ആ ഡീസൽ എഞ്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ. പക്ഷെ ഇപ്പോൾ പുതിയ വണ്ടികൾ വരുമ്പോൾ ആ ഒരു ഗാംഭീര്യം അല്ലെങ്കിലും എന്നാലും ആ പെട്രോൾ വണ്ടിൻ്റെയും ഡീസൽ വണ്ടിൻ്റെയും സ്റ്റാർട്ടിങ്ങിൻ്റെ സൗണ്ട് രണ്ടും തന്നെ വേറെ തന്നെ അറിയും. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ വളരെ സ്മൂത്താട്ടോ, വളരെ സ്മൂത്താണ്, വളരെ സ്മൂത്താണ്. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സ്മൂത്താണ്. മറ്റേത് കുറച്ച് റഫാണ് അല്ലേ. അപ്പോൾ രണ്ട് പർപ്പസിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഇവിടെ പെട്രോൾ ടാങ്ക് എന്ത് ചെയ്യണം, മറ്റേത് നമ്മൾ ചാവിയിട്ട് തുറക്കേണ്ടിയിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്തിട്ട് കേബിൾ കൊടുത്തിട്ട് ഇത് നമുക്ക് ഉള്ളിൽ തന്നെ തുറക്കാൻ കൊടുക്കുന്നുണ്ട്. AC ഇട്ട നല്ല ചൂടുണ്ട് സംഭവം. മഴക്കാലാണെങ്കിലേ നല്ല ചൂടുണ്ടല്ലേ, ചൂടാണ്. എന്നാൽ ഇപ്പുറത്തേക്ക് ആയിരിക്കോ നവാ. പിന്നെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് അതൊക്കെ നമ്മളെ 3 ഡോറിലും വരുന്നുണ്ട് അല്ലേ. അതേപോലെ വെന്റിലേഷൻ സീറ്റാണ് വന്നിട്ടുള്ളത്. ഈ സീറ്റൊക്കെ തണുപ്പിച്ച് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതായത് ഈ വണ്ടി എന്തുകൊണ്ടും എടുക്കുന്നവർക്ക് ലാഭമാണ്, പുതിയ വണ്ടി എടുക്കുന്നവർക്കും ലാഭമാണ്. അത് ഞാൻ പറയാനുള്ള കാരണം എന്താണോ, ഇവിടെ നിങ്ങളൊരു ബാഡ്ജിങ് കാണുന്നുണ്ടാവും, മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലേ, വിത്ത് പ്രൈഡ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ്, താർ റോക്സ്, സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങുന്നതുകൊണ്ട് ലാഭമുണ്ട്. കാരണം പറയാനുണ്ടായത് ഇപ്പോൾ നമ്മളെ BYD അല്ലേ, BYD കേരളത്തിൽ ഒട്ടനവധി വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഞാൻ ചൈനയിൽ പോയപ്പോൾ, ചൈനക്കാരാണുള്ള വണ്ടി ഉണ്ടാക്കണേ അപ്പോൾ ചൈനയിൽ പോയപ്പോൾ ഇവിടെ 50 ലക്ഷം രൂപക്ക് വിൽക്കണേ BYDൻ്റെ വില അവിടെ എത്ര അറിയാം എനിക്ക്? എത്ര? 30 ലക്ഷം. 30 17 ലക്ഷം. 17-18 ലക്ഷത്തിന് അവരുടെ രാജ്യത്ത് വിൽക്കണ വണ്ടി നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ ടാക്സും ഇവിടുത്തെ ടാക്സും അവിടുത്തെ ടാക്സും ഒക്കെ പാടെ അടച്ച് നമ്മളെ പേരിൽ ഓൺ റോഡ് വരുമ്പോഴത്തേന് 50 ലക്ഷമാവും അല്ലേ. അപ്പോൾ ഈ താർ റോക്സ് ചൈനയിലോ അല്ലെങ്കിൽ ജപ്പാനിലോ പല അമേരിക്കയിലൊക്കെ ഉണ്ടാക്കുന്ന വണ്ടിയാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് ഇവിടെയും നമുക്ക് 50-60 ലക്ഷം കൊടുത്ത് വാങ്ങേണ്ടി വരും. ഈ വണ്ടി ഇനി 50 ലക്ഷം 60 ലക്ഷം ആണെങ്കിൽ ആൾക്കാർ വാങ്ങിക്കുകയും ചെയ്യും. ഇത്ര തോനെ ആളുകൾ വാങ്ങിയില്ലെങ്കിലും ലിമിറ്റഡ് ആളുകൾ വണ്ടി വാങ്ങും. ഇപ്പോൾ ഈ മറ്റു രാജ്യക്കാരെ വണ്ടി നമ്മൾ രാജ്യത്ത് വിൽക്കണ പോലെ തന്നെ ഈ വണ്ടി വാങ്ങാനും ആളുണ്ടാവും. അപ്പോൾ ഈ 10-30 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ഇത്രത്തോളം ഫീച്ചേഴ്സ്, ഈ വലിയ വണ്ടി, ഈ ഓഫ് റോഡിന് പറ്റിയ വണ്ടി, അതിന് പറ്റിയ ഫീച്ചേഴ്സ്, പനോരമിക് റൂഫ്, സീറ്റ് വെന്റിലേഷൻ, 6 എയർ ബാഗ്, ADAS ഫീച്ചേഴ്സ്, ഈ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വണ്ടി എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണ് അല്ലേ. അതിൽ യാതൊരു സംശയമല്ല. നമ്മുടെ 3 ഡോറിന് ഏകദേശം ഒരു 23-ൻ്റെ റേഞ്ചിലാണ് ടോപ്പ് എൻഡ് വണ്ടികൾക്ക് വില വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു 5 ഡോർ 3 പിന്നെ സൗകര്യത്തോടു കൂടി വണ്ടി എടുക്കുന്നവർക്ക് എന്തുകൊണ്ടും ബെനിഫിറ്റാണ്. അപ്പോൾ ഈ താർ റോക്സും 3 ഡോറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം അല്ലേ. ഒരുപാട് വ്യത്യാസം. അപ്പോൾ രണ്ട് വണ്ടിയാണെന്ന് തന്നെ നമുക്ക് പറയാം. പേരൊന്നാണെങ്കിലും വണ്ടി രണ്ട് വണ്ടിയാണ് അല്ലേ. അതിൻ്റെ പർപ്പസ് വേറെയാണ്, ഇതിൻ്റെ പർപ്പസ് വേറെയാണ്.
ഇത് പക്ക ഒരു ഫാമിലി കാറാണ്. ഇന്ന് ഞങ്ങൾക്ക് ഒരു ഓഫ് റോഡ് പോകണമെങ്കിൽ അതിനും പറ്റും അല്ലേ? പക്ഷെ വല്ലാതെ കുത്തിപ്പൊളിച്ചാൽ ചിലപ്പോൾ മറ്റീൻ്റെ അത്ര പറ്റൂല എന്നുള്ളൂ. പക്ഷെ ഇതും പൊളിക്കണോലുണ്ട്, എങ്ങനെ കയറി പോണോലുണ്ട്, ഇതിന് ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തോലുണ്ട്. അങ്ങനെയൊക്കെ കുറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളെ റുബിക്കോണും ഇത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ലുക്കൊക്കെ മാറ്റാം. റുബിക്കോണൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കോടിൻ്റെ അടുത്ത് വേണം അല്ലേ? എന്നാൽ അതിൻ്റെ ഒരു ഫീലിലും അതിൻ്റെ ഒരു ലുക്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ വണ്ടിനെയും ഈ വണ്ടിനെയും ഒരേ കണ്ണുകൊണ്ട് കാണണ്ട. ഇനി ഒരാൾക്കൊരു 30 ലക്ഷം കൊടുത്തിട്ട് ഈ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് വരുന്ന ഇതിൻ്റെ ടോപ്പ് എൻഡ് വണ്ടി ഈ റോക്സ് എടുക്കാൻ പറ്റാത്ത ആൾക്ക് ഇപ്പോൾ ഇതിൻ്റെ പകുതി പൈസക്ക് ഒരു 15-16 ലക്ഷം രൂപക്ക് 3 ഡോർ ഫുൾ ലോഡ് വണ്ടി കിട്ടാണ്. അവിടെയാണ് കളി നടക്കുന്നത് അല്ലേ? ഇതിൻ്റെ പൈസക്ക് 2 3 ഡോർ വാങ്ങാം അല്ലേ? അപ്പോൾ താറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു താർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലുക്കിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 15-16 ലക്ഷം മുടക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ ഒരു 12 ലക്ഷം മുതൽ വണ്ടി കിട്ടും, അല്ലെങ്കിൽ ഒരു 11 ലക്ഷം മുതൽ തന്നെ വണ്ടി കിട്ടുന്നുണ്ട്. അതിൽ പല വേരിയൻറ്റ് വരുന്നുണ്ട് കേട്ടോ. മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, 4 വീല് വരുന്നുണ്ട്, 4 വീല് വരാത്തുണ്ട് അല്ലേ? ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്, കിലോമീറ്ററിൽ ഓണർഷിപ്പിലൊക്കെ വിലയിൽ മാറും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10-16 ലക്ഷത്തിൻ്റെ ഉള്ളിൽ 3 ഡോർ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർ അത് പെട്ടെന്ന് വാങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരുപാട് 3 ഡോർ പെട്ടെന്ന് സെയിലായി പോകുന്നുണ്ട്. അത് പർപ്പസ് മാച്ചാകാത്ത ആൾക്കാർ വേഗം നമ്മളെടുത്ത് കൊടുത്ത് തരുന്നുണ്ട്, നമ്മളത് വേഗം വിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ ഉപയോഗമാണ്. ഈ താർ റോക്സ് എങ്ങനെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിന് എൻജിൻ റൂമും നിങ്ങൾ കാണിക്കാം. അവിടെ ആ ലോക്ക് ഉണ്ടെങ്കിലും നമ്മൾ ഉള്ളിൽ നിന്ന് ഓപ്പൺ ആക്കിയാലേ നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കാണിക്കാനുള്ളത്. പിന്നെ ഇതേ എനിക്ക് ഈ താർ റോക്സിൻ്റെ ഇഷ്ടപ്പെടാത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ ഒരു ഭാഗം കൊണ്ടും പിന്നെ ഈ ബാക്ക് കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു കുറങ്ങേട് കാണുന്നുണ്ട്. പക്ഷെ അത് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിലൊക്കെ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയാൽ അടിപൊളി ലുക്കാവും. അപ്പോൾ അതൊക്കെയാണ് അവിടെ കൊണ്ട് കാണിക്കാനുള്ളത്. പിന്നെ ഇവിടെ കാണിക്കാനുള്ളത് മറ്റേ വണ്ടിയിൽ നമുക്ക് എംഹോക്ക് എന്നുള്ള ബാഡ്ജിങ്ങൊക്കെ കണ്ടിരുന്നു. ഇത് താർ റോക്സ് എന്നുള്ള ബാഡ്ജിങ്ങാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. എന്നാൽ ബോണ്ട് ഓപ്പൺ ആക്കാഫിയെ, ബോണ്ട് ഓപ്പൺ ആക്കുമ്പോഴേ വേറൊരു കാര്യം കാണിച്ചു കൊടുക്ക്. ഇതാണ്ടോ അഞ്ഞൊന്നും പാടെ വലിക്കണം, ഞാൻ അടച്ചു. തുറന്നോ. അതായത് നമുക്ക് ഈ ബോണറ്റ് ഓപ്പൺ ആക്കാൻ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈ ഗ്രില്ലിൽ തന്നെ അതിനുള്ള കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടോ അല്ലേ? ഒന്നുള്ളൂ വരല്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ റബ്ബർ എന്തിനാ കൊടുത്തിട്ട് അറിയാം റഫി എനിക്ക്? അതായത് എൻജിൻ ചൂടാവുമ്പോൾ ഈ കമ്പി ചൂടാവും. അപ്പോൾ നമുക്ക് ഈ റബ്ബറിൽ പിടിച്ചിട്ട് ഓപ്പൺ ആക്കിയാൽ മതി, കൈ പൊള്ളൂല. മനസ്സിലായോ? അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. വണ്ടി ചെന്ന് എൻജിൻ ചൂടായി നിൽക്കണ ഓടി വന്ന വണ്ടീൻ്റെ ബോണ്ട് തുറക്കുമ്പോൾ ഇതിപ്പോൾ പോയി പിടിച്ചാൽ കൈ പൊള്ളുള്ളൂ. അപ്പോൾ ഈ റബ്ബറിൽ പിടിച്ച് ഓപ്പൺ ആക്കാം. ഇത് പിന്നെ സോക്കപ്പൊന്നും കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ ആ പഴയ സിസ്റ്റത്തിൽ തന്നെ മാനുവലായിട്ട് ഇത് ഹോൾഡ് ചെയ്യണം. എൻജിൻ റൂമൊക്കെ കണ്ടല്ലേ, നല്ല നീറ്റാണ്. പിന്നെ പുത്ത വണ്ടി തന്നെയാണ് അല്ലേ? അത് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന എഞ്ചിനാട്ടത്. 10-12 കിലോമീറ്റർ എന്തായാലും നിങ്ങൾക്ക് നോർമലി മൈലേജ് കിട്ടും. 15 കിലോമീറ്ററൊക്കെ കമ്പനി അവകാശപ്പെടുന്ന വണ്ടിയാണ്. അതായത് എഞ്ചിൻ്റെ പാക്കിംഗ് ഒക്കെ കണ്ടല്ലോ, എഞ്ചിൻ റൂമിൻ്റെ നല്ല വൃത്തിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് കാണിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് പോവാം. ഡ്രൈവ് പോയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിക്കാം. ഇത് സെയിലിനുള്ള വണ്ടിയാണ്. ആകെ 650 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5-6 മാസം ബുക്കിങ്ങിലുള്ള വണ്ടിയാണ്. മാനുവൽ ട്രാൻസ്മിഷനിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. അതേപോലെ 4 വീൽ ഡ്രൈവ് വരുന്ന വണ്ടിയാണ്. അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് അല്ലാത്തൊക്കെ ഉണ്ട് അല്ലേ? 19 സൈസ് വീല് വരുന്ന വണ്ടിയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങൾക്കും പിന്നെ വിവരങ്ങൾക്കൊക്കെ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഈ വണ്ടീൻ്റെ പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് ഫൈനൽ പ്രൈസാണ് 27,90,000 രൂപയാണ്. പുതിയ വണ്ടിയിൽ നിന്നൊരു അല്ലേ, ഇത് സെറാമിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. എടുക്കുന്നവർക്ക് ബുക്ക് ചെയ്യണ്ട, കാത്തിക്കണ്ട, ഒന്നും വേണ്ട, നേരെ വരിക, എടുത്ത് കൊണ്ടുപോവാ. പിന്നെ ഈ വണ്ടി വരെ ഓപ്ഷൻ എടുക്കുന്നവർക്ക് നമ്പർ എന്ത് ചെയ്യാം, ഇപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്പർ കിട്ടണുള്ളൂ. നമ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനൊരു അവസരമുണ്ട്. പക്ഷേ RT ഓഫീസ് മാറ്റാൻ പറ്റുമോ സംശയം? പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ബാക്കി വിവരങ്ങളൊക്കെ ഞങ്ങൾ ഫോണിലൂടെ നിങ്ങളെ അറിയിക്കാം അല്ലേ? അപ്പോൾ 650 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ഓടിക്കാൻ പോവാണ്. ഇതാണ് ഞങ്ങൾ ഈ ഒരു ഡിസ്പ്ലേയിലാണ് ഇതിൻ്റെ AC-ൻ്റെ എല്ലാ സംഭവങ്ങളും കാണിക്കുക അല്ലേ? ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, മോഡ് മാറ്റാനും ഓട്ടോ സെറ്റ് ചെയ്യാനും അല്ലേ? ഫാൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ ഇവിടെ സൗകര്യം ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഡിസ്പ്ലേയിൽ. പിന്നെ ഇതാണോ മാനുവൽ ഗിയറാണ് വരുന്നത്. ഇതിൻ്റെ റിവേഴ്സ് ഉണ്ടോ ഫേ? ഇവിടെ പൊക്കിയിട്ട് എന്ത് ചെയ്യണം, നേരെ ഫ്രണ്ട് കിട്ടാൽ റിവേഴ്സ് ഗിയറായി. നല്ല 360 ക്യാമറ ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഗിയർക്ക് ഇട്ടിട്ട് ഇതാണ് ഇതിൻ്റെ 4 വീൽ ഡ്രൈവിൻ്റെ ഗിയർ ലിവർ വരുന്നത് അല്ലേ? അതേപോലെ ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് ഉണ്ടോ ഇവിടെ? പിന്നെ ഇലക്ട്രിക്കലാണ് വരുന്നത്. നമ്മളെ പ്രീമിയം കാറിലൊക്കെ കാണുന്ന പോലെ
സെറ്റപ്പാണ്. അതേപോലെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ സി ടൈപ്പ് ചാർജിങ്ങും USB പോർട്ടൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. എല്ലാ ഓപ്ഷനും ഉണ്ട്. എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ട് അല്ലേ. ഇവിടെ ചെറിയ 2 കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. അതായത് ഇതിൽ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്ഥലമല്ല. അത് ശ്രദ്ധിച്ചു അഫി നോക്കാം. ഒക്കെ ചെറിയ ചെറിയ സ്പേസാണ് വന്നിട്ടുള്ളത് അല്ലേ. അല്ലേ ജക്കിമോനും ഉണ്ടെന്ന് ഞങ്ങളപ്പോൾ യാത്രയിൽ ജക്കിമോൻ വണ്ടി പിടിച്ച് കയറിയതാണ് അല്ലേ. ജക്കി എങ്ങനെയുണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടോ എനിക്ക്? ഇതേതാ വണ്ടി? പറ്റുക. അത് നമുക്ക് ഓടിക്കാം. ഓ ഇതിൻ്റെ സ്റ്റിയറിങ് വളരെ സ്മൂത്താട്ടോ അല്ലേ. മറ്റേ താറിന് അപേക്ഷയെ അടിപൊളിയാണ്. ഇത് പിന്നെയും പിന്നെയും നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അല്ലേ. അതായത് നല്ല ദമ്മുണ്ട് കേട്ടോ വണ്ടി. ചവിട്ടിയ പറന്ന് പോവും. ഞാൻ പിന്നെ എന്താ വെച്ചാൽ അന്ന് നമ്മൾ താറിൻ്റെ റോക്സിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും ഇത് ഓടിക്കണ ഫീലോ കാര്യങ്ങളൊന്നും ഞാൻ മുണ്ടിയിട്ടില്ല. കാരണം എന്താ, ഞാൻ ഓട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ കുറെ വണ്ടി ഉപയോഗിച്ചു. അതെ, താർ റോക്സ് ഇതെല്ലാം കൊടുത്തു അല്ലേ. ഡെലിവറി കൊടുത്തോ? ഡെലിവറി കൊടുത്തു. ഇന്ന് ഡെലിവറി ഉണ്ട്. അപ്പൊ താർ റോക്സ് നമ്മളൊരു 3-4 വണ്ടി ഇപ്പൊ സെയിൽ ചെയ്തു അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഇത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി തന്നെ കേട്ടോ താർ റോക്സ്. ഇതാണ് ഒരു വണ്ടി പോണ പോക്ക്. ബോഡി റോളിംഗ് ഉണ്ട് കേട്ടോ. ബോഡി റോളിംഗ് കൂടുതൽ അറിയാനില്ല. നിങ്ങൾ ആ ഇന്നോവന്റെ ക്രിസ്റ്റന്റെ യാത്രാസുഖമൊന്നും നമ്മളെ മറ്റു ബ്രാൻഡിന്റെ യാത്രാസുഖങ്ങൾ താറിൽ കരുതരുത്. എന്നാലും കംഫർട്ടാണ്. ബോഡി റോളിംഗ് ഉണ്ട്, അത്യാവശ്യം ബോഡി റോളിംഗ് ഉണ്ട്. എല്ലാ വണ്ടിയും വീഡിയോ എടുക്കേ. അപ്പൊ വ്ളോഗ് തുടങ്ങണോ? എന്നാ വ്ളോഗ് ആക്കാം, നോക്കട്ടെ. ഞാൻ കൊയങ്ങൂല. അപ്പൊ മോനെ ഒരു വഴി വീഡിയോ എടുത്തില്ലേ? എന്നായിക്കോട്ടെ, നോക്കാം. നമുക്ക് കടയിലെത്തിയിട്ട് പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പൊ സക്കിമോൻ പറയുന്നത് എല്ലാ വണ്ടിയും വീഡിയോ എടുക്കാനാണ്. ഓനോട് ഡെലിവറി എടുക്കാം. ഓക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും താർ റോക്സിലോട്ട് വരാം. ഓവർടേക്ക് ചെയ്യാനൊക്കെ അടിപൊളിയാട്ടോ അല്ലേ. ചവിട്ടി അടിപൊളിയായിട്ട് കയറി പോകുന്നു. സ്മൂത്ത് ഡ്രൈവ്. അതെ, ഈ പനോരമിക് സൺറൂഫ് ഒക്കെ ഉണ്ടായതുകൊണ്ടേ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് ആ ലക്ഷറി ഫീൽ വരും അല്ലേ. ഒരു പ്രീമിയം കാറിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിലുണ്ട്. അയ്യവാ, ലാഗില്ലാതെ കയറി പോകുന്നുണ്ട് അല്ലേ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ജീപ്പിന് സൺറൂഫ് ആണ്. പോയിന്റ് ആണത്. ജക്കിമോൻ പറഞ്ഞ പോയിന്റ് ആട്ടോ ജക്കിമോനെ. കാരണം ജീപ്പുകളിലൊന്നും നമ്മൾ സൺറൂഫ് ഇങ്ങനെ കാണില്ലല്ലോ. സൺറൂഫ് കാണല്ലേ. അപ്പൊ അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ജീപ്പിൽ ഇത്ര പറഞ്ഞ സൺറൂഫ് കാണുന്നത്. അപ്പൊ അത്ര ആളുകൾക്ക് ജീപ്പിന്റെ പർപ്പസ് അപ്പൊ ജീപ്പിന്റെ പർപ്പസുമായി ലക്ഷറി ഫീലുമായി എല്ലാം പോവേണ്ട ആൾക്കാർക്ക് എല്ലാവരും കുടക്കീല്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമുക്ക് താർ റോക്സിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. രസം. പിന്നെ അഡാസൊക്കെ വരുന്നുണ്ട് ഇതില്. നമുക്ക് ലൈൻ അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്രേക്കിംഗ് ഒക്കെ നമുക്ക് മുന്നിൽ വണ്ടി ഉണ്ടെങ്കിൽ പേടിക്കാതെ അഥവാ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയാലും നമുക്കൊന്ന് വണ്ടീൻ്റെ ഓർമ്മപ്പെടുത്തും അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വണ്ടിന്റെ വില പറഞ്ഞില്ലേ നമ്മള്, മറ്റു താറുകളുടെ വിലയൊക്കെ പറഞ്ഞു. ഇത്രത്തോളം താറുകൾ നമ്മളടുത്ത് വിൽക്കാണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിൽക്കാണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ വിശേഷങ്ങൾക്കൊക്കെ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇതുവരെ ഈ വീഡിയോ ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ പുതിയ വാഹന വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.